അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷിത്തയുടെ ആ രാജകൊട്ടാരത്തിൽ അതാ എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, തൻ്റെ മകളുടെ ആദ്യ രാത്രിയായിരുന്നു ഇന്ന്. അതിനുള്ള സന്തോഷം എല്ലാവരും പങ്കിടുകയാണ്. എന്തൊക്കെ തന്നെയാലും സക്സസ് ആയോ അവരുടെ ദാമ്പത്യ ജീവിതം എന്നറിയുവാൻ വേണ്ടിയിട്ട് അത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അറബിയും അറബിയുടെ ഭാര്യയും, അതെ, നമ്മളെ മോളുടെ ആദ്യത്തെ വിവാഹ ദിവസമല്ലേ, എന്തൊക്കെ തന്നെയാലും അവളുടെ സന്തോഷം തന്നെയല്ലേ നമുക്ക് വലുത്, നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ആ രാവിലെയാകുവാൻ വേണ്ടി എല്ലാവരും അതാ കാത്തിരിക്കുകയാണ്. അതെ, മാഷത്തിയുടെ റൂമിൽ ലൈറ്റ് കാണുന്നുണ്ട്. ഓ, എന്തൊക്കെ തന്നെയായാലും നമുക്ക് ചോദിച്ചറിയാം. കുടുംബാംഗങ്ങളെല്ലാം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. മാഷത്തെ ഒന്ന് കാണണം, അവളുടെ കവിളിലൊന്ന് നുള്ളണം. അതെ, വിശേഷങ്ങൾ ചോദിച്ചറിയണം. അതിനു വേണ്ടിയിട്ട് അവിടുത്തെ ആചാരപ്രകാരം കുടുംബങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. എന്നാൽ അന്നതാ മാഷിത്ത മണിയറയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയാണ്. അതെ, എല്ലാവരും അവളെ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മാഷിത്ത, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മാഷിത്ത, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ, റാഹത്തല്ലേ? എന്നാൽ ഉമ്മയും ഉപ്പയും ഓടിയെത്തുന്നു. മോളെ, മാഷാ അല്ലാ, എങ്ങനെയുണ്ട് മോളെ? അൽഹംദുലില്ലാ, സുഖമല്ലേ, റാഹത്തല്ലേ എൻ്റെ കുട്ടിക്ക് എന്നൊക്കെ പറയുന്നു. എന്നാൽ അവൾ എല്ലാവരോടും ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചു. എല്ലാവർക്കും സമാധാനമായി. അതെ, അവരുടെ ദാമ്പത്യ ജീവിതം വിജയിച്ചിട്ടുണ്ടാകും ഒരു പക്ഷേ. എന്തൊക്കെ തന്നെയായാലും ചില തെളിവുകൾ കാണാതെ അവര് കൊട്ടാരം വിട്ടു പോവില്ല. അതാണ് അവിടുത്തെ ഒരു രീതി. കൂട്ടുകാരികൾ മാഷിത്തയെ കളിയാക്കിക്കൊണ്ടിരുന്നു. ആ സുന്ദരനായൊരു ഭർത്താവിനൊക്കെ കിട്ടിയപ്പോൾ അവൾ വല്ലാതൊന്നും മിണ്ടുന്നില്ലല്ലോ നമ്മളോട്. എന്നാൽ അവൾ പറഞ്ഞു, സുന്ദരനായ ഭർത്താവ് അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ് എനിക്ക്. അവൾ എല്ലാവരോടുമായി അതാ അങ്ങനെ പറയുന്നു. എന്നാൽ തന്നെ മരുമകനെയും മകളെയും നല്ല രീതിയിൽ സൽക്കരിക്കുവാൻ ഒരുങ്ങുകയാണ് ആ ഉമ്മയും ഉപ്പയും അവർക്ക് പ്രത്യേകമായിട്ട്. അങ്ങനെ അതാ ഹംദയും മാഷിത്തയും അങ്ങോട്ട് കടന്നു വരുന്നു. അതെ, ആൺവേഷത്തിൽ തന്നെയാണ് നമ്മുടെ ഹംദ. ഒരിക്കൽ പോലും അത് പെണ്ണാണെന്ന് കൊട്ടാരത്തിലെ ആർക്കും അറിയില്ല, അതാ മാഷിത്തക്കൊഴികെ. സ്നേഹത്തോട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെയും കൈ പിടിച്ചുകൊണ്ട് അവൾ വരുന്ന ആ ഒരു കാഴ്ച എല്ലാവരും നോക്കി നിന്നു. മാഷാ അല്ലാ, എന്തൊരു ചേർച്ച! ആ ഒരു പുതുമണവാളിനെ പഴയതിനേക്കാൾ ഒന്നുകൂടി ഭംഗി കൂടിയതായി രാജാവിന് തോന്നിത്തുടങ്ങി. അങ്ങനെ ഇതാ ഉമ്മയും ഉപ്പയും മകളും സംസാരിച്ചു കൊണ്ടിരുന്നു. ഹംദ അവിടെ വിശ്രമിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പിതാവേ. എന്താ മോളെ? പിന്നെ എൻ്റെ മോളെ, നിൻ്റെ നല്ല ജീവിതം സ്വപ്നം കണ്ടിരിക്കുന്നതാണ് ഞങ്ങളൊക്കെ. ഒരുപാട് ആലോചനകൾ വന്നിട്ടും നീ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചത് ഈ ഒരു സുന്ദരനായ പുതുമണവാളനെ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ? എന്തൊക്കെ തന്നെയാലും ഭാഗ്യത്തിന് ഇങ്ങനെയൊരു കാഴ്ച നമുക്ക് കാണാനായി. എന്തായാലും മോളെ ഉഷാറായിട്ടുണ്ട്. അതെ, മാതാവും പിതാവും അവളെ നല്ല രീതിയിൽ അതാ ആശീർവദിക്കുന്നു, അഭിനന്ദിക്കുന്നു. എന്നാൽ ആ മകളുടെ മുഖത്ത്, ബാബാ, എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. മോളെ, എന്ത് കാര്യമാണ്? എൻ്റെ കുട്ടിക്ക് എന്ത് കാര്യമാണെങ്കിലും ഈ ഉപ്പയോട് പറയൂ. പിന്നെ ഉപ്പ ഇതിനു മുമ്പ് മോളെ വേദനിപ്പിച്ചു. കാരണം ഒന്നുമല്ല മോളെ, നിനക്ക് വെറും ഒരു ജോലിക്കാരനായ ആളെയാണോ കിട്ടിയത് എന്നൊക്കെ ചോദിച്ച്. സാരമില്ല കേട്ടോ, എന്തൊക്കെ തന്നെയാലും മോൾക്ക് അനുയോജ്യനായൊരു ഭർത്താവിനെ തന്നെയാണ് മോള് കണ്ടെത്തിയിരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചാൽ മതി, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ജീവിക്കാനുള്ളതും അതിനപ്പുറം ഈ ഒരു കൊട്ടാരത്തിൽ സ്വത്തും കാര്യങ്ങളും ഉണ്ടല്ലോ. അതുകൊണ്ടൊന്നുകൊണ്ട് വിഷമിക്കണ്ട ബാബാ. വീണ്ടും മകളുടെ ആ ഒരു വിളി. എന്തു പറ്റി? എന്താ മോളെ, പറയൂ. ബാബാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ബാബാ, അത് പറഞ്ഞാൽ എൻ്റെ ബാബ വിഷമിക്കോ? ഏയ് ഇല്ല, മോൾക്ക് എന്തും പറയാം. ബാബാ, എനിക്കെൻ്റെ ഭർത്താവിനെ എനിക്ക് വെറുതെ വിടണമെന്ന് തോന്നാണ്. അദ്ദേഹത്തെ നമ്മൾ പിടിച്ചു വെച്ച് വിവാഹം കഴിപ്പിച്ചതല്ലേ. മോളെ, നീ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? ഒരു രാത്രി അവൻ്റെ കൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നീ വേണ്ടെന്ന് പറയുകയോ? അയ്യേ, എന്തൊരു പൊട്ടത്തരമാണ് നീ വിളിച്ചു പറയുന്നത്. ഒരിക്കൽ പോലും അങ്ങനെ പറയാൻ പാടില്ല. മാപ്പ് ചോദിക്ക് അവരോട്. ഒരു ദിവസം ഭർത്താവിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം അവൾ പറയാണ് അവനെ വേണ്ടെന്ന്.
ബാബ, അങ്ങനെയല്ല, വേണ്ടെന്നല്ല, ഉണ്ടായിക്കോട്ടെ. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ എനിക്ക് ഒഴിവാക്കി കൊടുക്കണം. മോളെ മാഷിത, എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്? ഈ കൊട്ടാരത്തിൽ തടിച്ചുകൂടിയവരെല്ലാം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വിജയിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഒരു ദിവസമായപ്പോഴേക്കും നീ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വാക്ക് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നോ? ഞാൻ നിന്നോട് എത്ര പറഞ്ഞതാടി, എത്ര പറഞ്ഞതാണ്. ഒരിക്കൽ പോലും അദ്ദേഹത്തെ നീ വിവാഹം കഴിക്കണ്ട എന്നുള്ളത്. എത്രയോ ആളുകൾ നിന്നെ കാണാൻ വന്നു. ഇപ്പോൾ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണോ നിൻ്റെ ഈ മനം മാറ്റം? ഒരിക്കലും നല്ലതല്ല എൻ്റെ മാഷിത. ജീവിതം ഒന്നേ ഉള്ളൂ, അത് സന്തോഷത്തിലാ നിൽക്കണം. അല്ലാതെ പല സമയത്ത് പല മൈൻഡല്ല നിനക്ക് വേണ്ടത്. അതെ, തോന്നിയ പോലെ വിവാഹം കഴിക്കുവാനും ഒഴിവാക്കാനും ഉള്ളതല്ല ജീവിതമെന്ന് പറഞ്ഞാൽ. ജീവിതം അതൊന്നേ ഉള്ളൂ, അത് സന്തോഷമായി നിൽക്കണം. അല്ലാതെ തോന്നുമ്പോൾ വാക്കിന് വിലയുണ്ടാകണം. തൻ്റെ പിതാവ് അങ്ങനെ പറഞ്ഞപ്പോൾ മാഷിത്തക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവൾ തിരികെ മടങ്ങിപ്പോവുകയായിരുന്നു ചെയ്തത് തൻ്റെ മണിയറയിലേക്ക്. കൂടെ അതാ അവനും. എന്നാൽ ഒരു നിമിഷം അറബിയുടെ ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ നല്ല രീതിയിലാണല്ലോ, അവർ രണ്ടുപേരും നല്ല രീതിയിൽ കളിച്ച് ചിരിച്ച് സംസാരിച്ച് പോകുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണല്ലോ, എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. ഭാര്യയും അത് പറയുന്നു. അങ്ങനെ അതാ മകളെ വീണ്ടും വിളിപ്പിക്കുകയാണ് ആ ഉമ്മ. മോളെ മാഷിത്ത, നീ പറഞ്ഞ കാര്യം എന്താ മോളെ? നിക്കാഹ് എന്ന് വെച്ചാൽ കുട്ടിക്കളിയാണോ? അല്ലല്ലോ, ജീവിതത്തിലെ പവിത്രമായ ഒന്നാണ് നിക്കാഹ്. അത് വേണ്ട രീതിയിൽ നിക്കാഹ് കഴിച്ചു തന്നു. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നിങ്ങൾ കഴിക്കണം. നീയും ഹംദാനും എന്താ കുഴപ്പം? നോ പ്രോബ്ലം, ഒരു കുഴപ്പമില്ലല്ലോ. രണ്ടുപേരും വളരെയധികം മനോഹരമായ ചേർച്ചയുള്ള ആളുകളാണ്. അതെ, എല്ലാം കൊണ്ടും ഒരച്ചിൽ വാർത്തെടുത്ത പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതെ, പിന്നെ എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് മോളെ? ഉമ്മി, അത് അദ്ദേഹം പാവമാണ്. ബെസ്റ്റ്. പിന്നെ പാവമല്ലാത്ത ക്രൂരനെ കൊണ്ട് നിന്നെ ഞങ്ങൾ കെട്ടിക്കോ? എന്താ മോളെ, എല്ലാം നീ കണ്ടറിഞ്ഞിട്ട് തന്നെയല്ലേ? നിക്കാഹും കഴിഞ്ഞു. പിന്നെ സന്തോഷ വാർത്ത കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ പലരും. അത് നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ആൾക്കാരെ നമുക്ക് പറഞ്ഞു വിടാം. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. റബ്ബേ, ഞാനും പെണ്ണ്, അദ്ദേഹവും പെണ്ണ്, എന്ത് ചെയ്യുമെന്നറിയുന്നില്ല. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യാ? ഓ, അദ്ദേഹം പറഞ്ഞ അജ്മലിനെ കൊണ്ട്. അതെ, ഹംദ പറഞ്ഞ ഹംദയുടെ ഭർത്താവ് അവിടെയുണ്ട്. ഭർത്താവാകാൻ പോകേണ്ട ആൾ അവിടെയുണ്ട്. എന്തൊക്കെ തന്നെയാലും ഇനി എന്ത് ചെയ്യും? എന്നാൽ ഈ സമയം അതാ ഹംദയോട് മാഷിത്ത കാര്യങ്ങൾ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഹംദ, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി കൊടുക്കണമെന്ന്. പക്ഷേ അവരെല്ലാവരും എൻ്റെ നേർക്ക് നീ തന്നെയല്ല അതിനൊരുങ്ങിയത്. എന്താ ഞാൻ ചെയ്യുക? സാരമില്ല, അള്ളാഹുല്ലേ വലിയവൻ, എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും. എന്നാൽ ഈ സമയം ഷാമിലിനെ വിളിച്ച് കാര്യങ്ങളതാ ഹംദ പറയുകയാണ്. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം, എന്തെങ്കിലും ഒരു വഴി. കാരണം വീട്ടുകാർക്ക് ഞങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. അതെ, ഉള്ളിലല്ലേ സ്ഥിതികൾ അറിയുകയുള്ളൂ. എങ്ങനെയെങ്കിലും ഇത് അജ്മലിനോടൊന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വഴി. അപ്പോൾ തന്നെ അതാ അജ്മലിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. അതെ, വീട്ടുകാർ സമ്മതിക്കുന്നില്ലത്രേ അവരെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട്. അജ്മൽ ഒരു നിമിഷം ഞെട്ടി. എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ഒരേ വഴിയേ ഉള്ളൂ, നേരെ അറബി ഉമ്മയുടെ അരികിലേക്ക്. അറബി ഉമ്മ ഇതിന് പരിഹാരം കാണാതിരിക്കില്ല എന്നുള്ള കാര്യം ഉമായി. എന്നാൽ നമുക്ക് ഒന്ന് ചോദിച്ചാലോ? പ്രിയപ്പെട്ട രാജാവേ, പ്രിയപ്പെട്ട അർബാവ്, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. അങ്ങനെ അതാ അജ്മലും ഷാമിലും കൂടി പോകുന്നു അറബി ഉമ്മയുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ട്. ഷാമിലിന് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ അജ്മലിനെ അറബി ഉമ്മയുടെ വീട്ടിലേക്കുള്ള വഴിയും അറിയാം. എന്തായാലും അറബി ഉമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനൊരു വഴിയുണ്ടാകും, അതുറപ്പാണ്. ഹംദയെ ഒരുപാട് രക്ഷിക്കുവാൻ ശ്രമിച്ചതാണ് അറബി ഉമ്മ. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാഹ് അറബി ഉമ്മ ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഇതിൽ ഒരു രക്ഷ കിട്ടാൻ അറബി ഉമ്മയുടെ അരികിൽ പോകൽ നിർബന്ധം തന്നെ. അങ്ങനെ അത് അവർ ഒരുപാട് യാത്ര ചെയ്യുന്നു. എന്നാൽ അന്ന് അറബി ഉമ്മയുടെ വീട്ടിലേക്ക് എത്തിയില്ല, കാരണം ഒരുപാട് ലോങ് ആയതുകൊണ്ട് തന്നെ. എന്നാൽ രണ്ടാം ദിവസം അതാ ഹംദയും മാഷിത്തയും
മണിയറയിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവരും അതിനുവേണ്ടി കാത്തിരുന്നു. രണ്ടാം ദിവസമാണ് ഇന്ന്. പിന്നെ എന്നാൽ ഈ സമയം അവളുടെ ഉമ്മയും ഉപ്പയും അവളുടെ മനസ്സ് മാറിയാൽ മതിയായിരുന്നു. കാരണം നിക്കാഹ് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാതെ നാട്ടുകാരോടൊക്കെ എന്ത് പറയും നമ്മൾ? ഇവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അതിലവർ വിജയിച്ചാൽ മാത്രമല്ലേ നല്ലൊരു സൽക്കാരം നടത്തി പിരിയാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ വല്ലാത്തൊരു ടെൻഷനായ പോലെയാണല്ലോ. മോള് പറയുന്ന ഈ ഒരു വാക്കിച്ച് എത്ര നാണക്കേടാണ്. അവൾ പറയുന്നത് എനിക്ക് അദ്ദേഹത്തെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നെ ഒഴിവാക്കി തരണം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ വിളിപ്പിച്ച് വരുത്തിയ ആളുകൾ എന്ത് വിചാരിക്കും? അവർ വിചാരിക്കൂലേ, എന്താപ്പം ഞാൻ ചെയ്യുക? ആ ഉമ്മയും ഉപ്പയും വളരെയധികം വിഷമത്തിലായിരുന്നു. എന്നാൽ അവരുടെ ചിരികളിയും സംസാരവും എല്ലാം കാണുമ്പോൾ അവർക്ക് തോന്നും അവർ തമ്മിൽ ഒരു കുഴപ്പവുമില്ലല്ലോ എന്ന്. അങ്ങനെ രണ്ടാം ദിവസം അവർ മണിയറയിലേക്ക് പ്രവേശിച്ചു. രണ്ടുപേരും ചിരിച്ച് കളിച്ച് സംസാരിച്ച് അങ്ങനെ നേരം പോയതറിഞ്ഞില്ല. അത് അവർ തികച്ചും ഒരു കൂട്ടുകാരികളെ പോലെ ആയിരിക്കുകയാണ്. അതിനകത്ത് അവൾ ആണിൻ്റെ വേഷമല്ല. മുടി അഴിച്ചിട്ടപ്പോൾ ഹംദയെ കാണാൻ വല്ലാത്ത മൊഞ്ച്. ശരിക്കും അവൾ പറയുകയും ചെയ്തു, ശരിക്കും എൻ്റെ ഹംദ, സത്യമായിട്ടും നിങ്ങൾ മനോഹരമായൊരു രാജകുമാരി തന്നെയാണ്. അതെ, നിങ്ങളുടെ മുടിയിഴകൾ കാണാൻ എത്ര മനോഹരമാണ്. സ്വർണ്ണ നിറമുള്ള ഈ മുടിയിഴകൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? ഇത് എന്തെങ്കിലും തേച്ച് പിടിപ്പിച്ചതാണോ? അല്ല, എൻ്റെ മുടി ഇത്രയൊന്നും ഭംഗിയില്ലായിരുന്നു ആദ്യമൊന്നും. അതെ, അധികം ജട കുത്തി കിടക്കുന്ന മുടിയായിരുന്നു. എൻ്റെ മുടി നോക്കുവാനും ഒന്നിനും എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ തടങ്കലിൽ കിടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അജ്മലാണ് എന്നെ രക്ഷിച്ചതും എൻ്റെ മുടിയിഴകളെല്ലാം മനോഹരമാക്കി കൈകൊണ്ട് തലോടി ഇത്രക്കും മിനുസമാക്കി തന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അജ്മലാണ്. അതെ, ഇത്രക്കും മുടി മനോഹരമാക്കിയതും അവൻ തന്നെ. അത്രക്കും നല്ലൊരാളെയാണ് നിനക്ക് കിട്ടിയതല്ലേ? തീർച്ചയായും നീ അവനെ തന്നെ വിവാഹം കഴിക്കണം, അധികം വൈകാതെ തന്നെ. എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം നിനക്കിപ്പോൾ കിട്ടിയല്ലോ അല്ലേ? എനിക്ക് അൽഹംദുലില്ലാ കാണാനെങ്കിലും സാധിച്ചു. ഇനി അള്ളാഹുവിൻ്റെ വിധി പോലെയല്ലേ. മോളെ, അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ രണ്ടുപേരും ജ്യേഷ്ഠത്തി അനിയത്തി പോലെയല്ലേ. എന്തൊക്കെ തന്നെയാലും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നെ ഒഴിവാക്കി തരാൻ പറഞ്ഞത് മറ്റൊന്നുകൊണ്ടുമല്ല. നീ ഒന്ന് ഫ്രീ ആകട്ടെ, അജ്മലുമായുള്ള വിവാഹം വേഗം നടക്കട്ടെ എന്നതിന് വേണ്ടിയിട്ടാണ്. അവർ ഏറെ രാത്രിയായിട്ടും ഉറങ്ങിയില്ല. രണ്ടുപേരും സംസാരിക്കുകയാണ്. രാജാവ് അതിന് തൊട്ടടുത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അത് അവർ ചിരിയും കളിയും സംസാരവുമാണല്ലോ. അത് മണിയറക്കുള്ളിൽ നിന്ന് പൊട്ടിച്ചിരികളും വളകിലുക്കങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ കേൾക്കുന്നു. അവർ തമ്മിൽ പിണക്കമുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെയാവില്ല. അവർ രണ്ടുപേരും മണിയറയിൽ നിന്ന് സംസാരവും ചിരിയുമായിട്ട് അറബി അത് ശ്രദ്ധിച്ചു. ശരിക്കും അതെ, അവർ നല്ല രീതിയിൽ ഉല്ലസിക്കുകയാണ്. അതെ, അവർ രണ്ടുപേരും ആഘോഷിക്കുക തന്നെയാണ്. അറബി സന്തോഷത്തോടു കൂടി തൻ്റെ ബീവിയുടെ അരികിലെത്തി. ബീവി, നീ ഒന്ന് ശ്രദ്ധിച്ച്. അവരുടെ മണിയറയിൽ നിന്ന് പൊട്ടിച്ചിരികളും അവരുടെ കളിച്ചിരികളും ഒക്കെയാണ് കേൾക്കുന്നത്. സത്യമായിട്ടും അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ മോൾ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അർബ, എന്ത് ചെയ്യാൻ, മോൾക്ക് വെറുതെ അങ്ങനെ തോന്നിയതായിരിക്കും. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാ നാളെ ആകുമ്പോഴേക്കും നല്ലൊരു വാർത്ത നമുക്ക് കേൾക്കാനാകും. കാരണം എന്തൊക്കെ തന്നെയാലും അവർ രണ്ടുപേരും ഒന്നായി ചേർന്നു ദാമ്പത്യ ജീവിതം തുടങ്ങി എന്നുള്ളതൊക്കെ അതറിയാനാവും. എങ്കിലല്ലേ സൽക്കാരം നല്ല രീതിയിൽ നടത്താൻ പറ്റുള്ളൂ. ആ അറബ് നാട്ടിലത്തെ ആ ഒരു ആചാരമനുസരിച്ച് അതങ്ങനെയായിരുന്നു. എന്നാൽ ഈ സമയം ഷാമിലും അജ്മലും അറബിയമ്മയുടെ വീട്ടിലെത്തുവാൻ ഇനി അധികം സമയമില്ല. ഷാമിലിനോട് പറഞ്ഞു, ഷാമിൽ, ഒരുപാട് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു അല്ലേ? ഒരിക്കലുമില്ല. എൻ്റെ മുതലാളിച്ചി, എൻ്റെ മേഡം പറഞ്ഞ കാര്യം എനിക്ക് അനുസരിച്ചേ മതിയാവും. അതെ, എനിക്കെൻ്റെ ഉമ്മയുടെ സ്ഥാനത്താണ് അവരെന്നെ കാണുന്നത്. ഉമ്മുൽ ഖൈർ, അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അതെ, ഒത്തിരി ഞാൻ വിഷമങ്ങൾ സഹിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നാൽ എനിക്ക് താങ്ങും തണലുമായത് അവരായിരുന്നു. എന്നാൽ എനിക്ക് അവരുടെ അരികിലേക്കൊന്ന് പോകണം. അതിനെനിക്ക് നീ വിഷമിക്കല്ലേ, നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം. എൻ്റെ അടുത്ത് വാഹനമുണ്ടായത് കൊണ്ട് തന്നെ നീ ഒരു പേടിയും പേടിക്കണ്ട.
എവിടെ വേണമെങ്കിലും എത്താം, നിനക്ക് വഴി അറിയുമെങ്കിൽ. അറബിയമ്മയുടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിയപ്പോൾ എനിക്ക് അതെ, അങ്ങോട്ടിനി അധികം ദൂരമില്ല, നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് അവരോട് വിവരമൊന്ന് പറയണം. എന്താ? തീർച്ചയായും നമുക്ക് അറബിയമ്മയുടെ അരികിലും പോകണം, അതുപോലെ ഉമ്മുൽ ഖൈർ എന്ന ആ മഹദിയുടെ അരികിലും പോകണം. അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം പറയണം ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് അതാ ഷാമിലിന് തോന്നുന്നു, അജ്മൽ അജ്മൽ ആ പറയൂ, എന്താ? എന്തൊക്കെ തന്നെയാലും ഞാനിപ്പോൾ ഒരു കള്ളൻ്റെ റോളിലാണുള്ളത്. എന്താ നീ പറയുന്നത്? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, ശരിക്കും സത്യമായിട്ടും എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഹംദയും കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ, അതും ആ അജ്വ ഈത്തപ്പഴങ്ങൾ കൊണ്ട് ഞാൻ എങ്ങോട്ടോ മുങ്ങിയെന്ന് എൻ്റെ ഉമ്മുൽ ഖൈർ, എൻ്റെ മാഡം വിചാരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കൂല, നമുക്കെല്ലാം തുറന്ന് പറയണം. എൻ്റെ പ്രിയപ്പെട്ട അജ്മൽ, ഞാനൊരു ആവശ്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറാണോ? എന്താ ഷാമിൽ ഇങ്ങനെ? ഞാനും നീയും കൂടപ്പിറപ്പുകളെ പോലെയാണ് ഇവിടെ കഴിയുന്നത്. അതെ, എൻ്റെ ഹംദിയെ നീ രക്ഷിച്ചതിന് പകരമായിട്ട് എന്തു ഞാൻ തരാൻ തയ്യാറാണ്. എനിക്ക് അവളെ കണ്ടു കിട്ടിയല്ലോ, അത് തന്നെ വലിയൊരു സന്തോഷം. എന്ത് വേണമെങ്കിലും പറയാം, ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എന്നോട് സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇത്രയധികം ബഹുമാനം? അതല്ല, ഞാനത് പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും പറയൂ. അറബിയമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടാണ് എനിക്കെൻ്റെ അറബിയുടെ വീട് കാണുന്നത്. അതെ, ഉമ്മുൽ ഖൈറിൻ്റെ വീട്. അവിടെ ഒന്ന് പോയിട്ട് എനിക്കൊന്ന് എൻ്റെ കാര്യങ്ങളൊന്ന് തുറന്ന് പറഞ്ഞ് പൊട്ടിക്കരയണം. അവരൊരു പക്ഷേ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ അത്രക്കും വേണ്ടാത്ത രീതിയിൽ ചെയ്തു, ഒരു പെണ്ണിനെയും കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള ആ ഒരു രീതി ആ ബീവിയുടെ മനസ്സിലുണ്ടെങ്കിൽ, അതൊന്ന് അല്ല എങ്കിൽ അവരെനിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെങ്കിൽ എനിക്കെൻ്റെ ഒന്നും ശരിയാവില്ല. തീർച്ചയായും ഇതിനാണോ ഇത്ര വളച്ചുകെട്ട്? എന്നോട് കാര്യം പറഞ്ഞൂടെ എൻ്റെ പ്രിയപ്പെട്ട ഷാമിൽ? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാത്തിനും ഞാൻ തയ്യാറാണ്. ഞാൻ എല്ലാത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. പിന്നെന്താ, എനിക്ക് എൻ്റെ ഹംദയുടെ ജീവൻ രക്ഷിച്ചതാണ് എൻ്റെ ഷാമിലെങ്കിൽ എൻ്റെ ജീവൻ തരാനും എനിക്ക് മടിയില്ല. അതെ, അവൾ ഇത്രയധികം സംരക്ഷിച്ച നീ, ഒരു ആൺവേഷം കെട്ടിയിട്ട് പോലും അവൾ ഇതുവരെ എത്തിച്ചു ഒരു കുഴപ്പവുമില്ലാതെ. അതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം ഞാൻ എന്നും ഈ കൊലുസ് പിടിച്ചിട്ടാണ്, ഞാൻ എൻ്റെ നെഞ്ചിൽ വെച്ചിട്ടാണ് ഉറങ്ങാറുള്ളത്. അതെ, അവളുടെ കാലുകളിൽ കിടന്ന ഈ ഒരു പാദസരം ഞാൻ എൻ്റെ നെഞ്ചിൽ വെച്ച് കിടക്കും. അതെ ഹംദ, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഈ അജ്മൽ, അതെ, ഒരു പെണ്ണിനെ ഞാൻ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് അവളെ മാത്രമാണ്. അതെ, അവൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനിടയിൽ എനിക്ക് അവളെ തൊടേണ്ടി വന്നു പലതവണ. അവളുടെ മുടിയിഴകളിൽ തലോടേണ്ടി വന്നു. അവളുടെ കാലുകൾ, ആ കുഴഞ്ഞ തളർന്ന കാലുകൾ എനിക്ക് പലതവണ ഒഴിയേണ്ടി വന്നു. അതെ, അന്ന് ഞാൻ വിചാരിച്ചാണ്, റബ്ബേ, ഒരു പെണ്ണിനെ ഞാൻ ഇങ്ങനെ ഞാൻ ഒരു പെണ്ണിനെ തൊട്ടു, എന്നാൽ ഇനി എനിക്കതങ്ങ് ഹലാലാക്കി എടുക്കണം, അല്ലാതെ മറ്റൊരാളെ ഇനി. റബ്ബേ, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു അത്. ആ പെൺകുട്ടിയെ ഇത്രയധികം സംരക്ഷിച്ച നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ, പ്രിയപ്പെട്ട എൻ്റെ ഷാമിൽ, എന്നോട് മുഖവുര കൂടാതെ കാര്യങ്ങളെല്ലാം പറയണം. ഞാൻ നിങ്ങളുടെ കൂടപ്പിറപ്പ് തന്നെയാണ്. അജ്മലിൻ്റെ കണ്ണീരോടെയുള്ള ആ ഒരു വാക്ക് ഷാമിലിൽ വളരെയധികം ആത്മവിശ്വാസമുണ്ടാക്കി. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. എന്തിങ്ങനെയൊക്കെ, നമുക്ക് പോകാം. എന്തായാലും എൻ്റെ ഷാമിൽ, എനിക്ക് നിന്നെപ്പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയത് അത് വളരെയധികം ഒരു ഉപകാരമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ അതാ അവർ രണ്ടുപേരും നേരെ ആ അറബിയുടെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ഷാമിൽ അജ്മലിനോട് പറഞ്ഞു, എനിക്ക് അജ്വ ഈത്തപ്പഴങ്ങളുടെ ആ ഒരു വലിയ ലോഡ് എത്ര രൂപയുടെ മുതലാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഞാനതിലെ ഡ്രൈവറായി വന്നു. പക്ഷെ കൊള്ളക്കാരനെ, എൻ്റെ പ്രിയപ്പെട്ട ഷാമിൽ, അതിൻ്റെ കൂലിയുമായി ആ കൊള്ളക്കാർ പോയി കഴിഞ്ഞു. പക്ഷേ വിഷയമില്ല, എത്രയോ കെട്ടിക്കിടക്കുന്ന അജ്വ ഈത്തപ്പഴങ്ങൾ ഗോഡൗണിലുണ്ട്. അതിൽ നിന്ന് എന്തൊക്കെ തന്നെയായാലും അതിൻ്റെ ഒരല്പം വില, അത് എത്രയായാലും നിങ്ങൾക്ക് തരാൻ തയ്യാറായിരിക്കും എൻ്റെ അറബി. കാരണം ഒരിക്കൽ പോലും എൻ്റെ അറബി ഒരാളെയും വഞ്ചിച്ച് നേടിയിട്ടില്ല, സത്യമായിട്ടും.
ഞാൻ അറബിയോട് കാര്യങ്ങളെല്ലാം ഒന്ന് സൂചിപ്പിക്കാം. ആ നിമിഷം തന്നെ അതാ അറബിക്ക് വിളിക്കുകയാണ് ഷാമിൽ. അല്ലയോ എൻ്റെ പ്രിയപ്പെട്ട അറബി. ആ അജ്മൽ, പറയൂ, എവിടെ മോനെ നീ? ഞാൻ ഒരാളെ തേടി വന്നതാണ്. എന്തായാലും വിവാഹത്തിൻ്റെ ഒരാഴ്ചയോളം അവിടെ നിങ്ങൾ ഉണ്ടാകുമല്ലോ. എന്തൊക്കെ തന്നെയല്ലോ എൻ്റെ പ്രിയപ്പെട്ട അർബ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു. അതായത് എൻ്റെ കൂടെ ഉള്ള ആ ഒരു ഷാമിൽ. അതെ, ഞാനന്ന് പറഞ്ഞില്ലേ എനിക്കൊരു പാദസരം കിട്ടിയിട്ടുണ്ട്, അതെൻ്റെ പെണ്ണിൻ്റേതാണെന്ന്. അതെ, അത് അവർ നല്ല രീതിയിൽ അജ്വ ഈത്തപ്പഴങ്ങളുടെ ലോഡിൽ എൻ്റെ അരികിലേക്ക് പറഞ്ഞേക്കുവാൻ വേണ്ടി അവളെ കയറ്റി വിട്ടതായിരുന്നു അവൻ്റെ കൂടെ. എന്നാൽ കൊള്ളക്കാരവരെ ഉപദ്രവിച്ച് അവരുടെ വാഹനവും എല്ലാം കൊണ്ടുപോയതാണ്. അത് നേരെ കൊണ്ടുവന്നത് നമ്മുടെ ഗോഡൗണിലേക്കായിരുന്നു. അതുകൊണ്ട് അവനക്ക് ഭയമാണിപ്പോൾ ആ അറബിച്ചിയുടെ അരികിലേക്ക് പോകാൻ. ഒരു പക്ഷേ അവർ ചോദ്യം ചെയ്താൽ എന്ത് ചെയ്യും? പൊന്നുമോനെ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ആ ഒരു ലോഡിന് എത്രയാണ് കണക്കാക്കിയിട്ടുള്ളത്, ആ വൻ തുക നീ അത് അവർക്ക് നൽകൂ. അതെ, ആ അറബിച്ചിക്ക് നീ നൽകണം തീർച്ചയായും. ഒരിക്കൽ പോലും നീ അതിൽ നിന്ന് ഒരിക്കലും ഒന്നും കുറക്കരുത്. അത് എത്രയുണ്ടോ, എത്ര വലിയ വാഹനത്തിലാണ്, എത്ര ഡണ്ണാണത് കൊണ്ടുവന്നിട്ടുള്ളത്, അതിനുള്ള പ്രതിഫലം നീ കൊടുത്തേ മതിയാവൂ. അതെല്ലാം ഞാൻ നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. എന്താ? അറബിയുടെ ആ ഒരു വാക്കുകൾ, സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേട്ട് ഒരു നിമിഷം അജ്മലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അറബ, അല്ലാ, ഏയ് എന്താ ഇത്? അത് നമുക്ക് അവകാശപ്പെട്ടതാണ്, നമുക്കെടുക്കാം. പക്ഷേ ഒരാൾ ഉപദ്രവിച്ച് കഷ്ടപ്പെടുത്തി, ആ ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഒരു കള്ളനായ രീതിയിലല്ലേ അങ്ങ് പോകുന്നത്. നിങ്ങൾ എന്താ ചെയ്തോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. എത്രയാണ് ഇതിൻ്റെ ക്യാഷ് എന്ന് വെച്ചാൽ, എത്രയാകുമെന്ന് വെച്ചാൽ അത് ഞാൻ അപ്പോൾ തന്നെ ഇട്ട് തരാം. അത് അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കണം, അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണം, കേട്ടോ? അങ്ങനെ അതാ അജ്മലിൻ്റെ അറബി അത് ചെയ്യുന്നു. അജ്മലിൻ്റെ അറബി നല്ലൊരു അറബിയാണ്, എല്ലാം കൊണ്ടും വളരെയധികം സ്നേഹസമ്പന്നനും അത്യാവശ്യം തമാശക്കാരനുമായ അറബി. അത് ടെൻഷനില്ലാത്ത ജീവിതം അവിടെ നിന്ന് നയിക്കാം. ഒരിക്കൽ പോലും ഒരു കണക്കില്ല. അതെ, വലിയ വ്യാപാരിയാണ്, വളരെയധികം സ്വത്തുക്കളുടെ ഉടമയാണ്. എത്രയൊക്കെ തന്നാലും കണക്കിലധികം ലാഭം. അതും നല്ല നല്ല ഐറ്റംസ് ഈത്തപ്പഴങ്ങൾ അജുവ പോലുള്ളത് മാത്രമേ ഇവിടെ കളക്ട് ചെയ്യുന്നുള്ളൂ. അതും നല്ല ഇനം മാത്രം. പ്രത്യേകിച്ച് ഉമ്മുൽ ഖൈറിൻ്റെ തോട്ടത്തിൽ നിന്നായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഈത്തപ്പഴങ്ങളായിരുന്നു അവർ വിൽപ്പനയ്ക്ക് കൊടുത്തയച്ചിരുന്നത്. കേടുവന്നതും ചുങ്ങിയതുമായതൊന്നും എടുക്കില്ല, നല്ല നല്ല ടൈപ്സ് മാത്രം. അതുകൊണ്ട് തന്നെ പരിശോധിച്ചിട്ട് തന്നെ അവിടെ എടുക്കാറുള്ളൂ, നല്ല ക്യാഷും കിട്ടും. അങ്ങനെയാണ് പതിവ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഗോഡൗണിലേക്ക് ആ ഒരു കൊള്ളക്കാർ അത് എത്തിച്ചത്. അതാ അജുവ എന്ന് പറഞ്ഞാൽ അത്രക്കും വിലയാണ്. അതും അജ്വ ഡേറ്റ്സ് സൗദിയുടേത് പ്രീമിയം ബിഗ് സൈസിന് 1 കിലോന് തന്നെ 2500-2500 മണിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ടൈപ്സ് നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് അങ്ങോട്ട് കൊടുത്തയക്കാറുമുള്ളത്. അതാണ് നഷ്ടപ്പെട്ടതിൽ. അത്രക്ക് സാധാ ഈത്തപ്പഴമായിരുന്നെങ്കിൽ അത്ര വിഷമമില്ലായിരുന്നു. എത്രയോ ക്യാഷ് കിട്ടുന്ന ഈത്തപ്പഴം. എൻ്റെ പ്രിയപ്പെട്ട അജ്മൽ, എനിക്ക് എന്ത് പറയണമെന്നറിയുന്നില്ല. ഷാമിൽ കരയുകയായിരുന്നു. ഹേയ്, എന്താ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾ കരയാതിരിക്കൂ. നിങ്ങൾ കരഞ്ഞാലെങ്ങനെ? നിങ്ങൾ ഒരിക്കലും കരയാൻ പാടില്ല. എൻ്റെ ഹംദയെ രക്ഷിച്ചതാണ്, ഒരിക്കലും കരയാൻ പാടില്ല. നിങ്ങളുടെ ഈത്തപ്പഴത്തിൻ്റെ വില ഫസ്റ്റ് ക്വാളിറ്റി അജുവയുടെ, അതും വലിയ ബിഗ് സൈസ് അജുവയുടെ, അത് ഞാൻ കണ്ടതാണല്ലോ. അതിൽ നിന്നാണല്ലോ എനിക്കത് കിട്ടിയത്. എൻ്റെ പെണ്ണിൻ്റെ ആ പാദസരം, ഈ ബിഗ് സൈസ് ഈത്തപ്പഴം, അതിനുള്ള എത്രയാണ് ഒരു ലോഡിനുള്ളത്, അത് മുഴുവനായിട്ട് കറക്റ്റായിട്ട് വില, അത് കൂട്ടിക്കണക്കാക്കുക തന്നെ വേണം. അതിനുള്ള ക്യാഷും അതിനപ്പുറവും ഇതാ എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ അറബി ട്രാൻസ്ഫർ ചെയ്തു തന്നിരിക്കുന്നു. സത്യമായിട്ടും എൻ്റെ കണ്ണുകൾ വരെ നിറഞ്ഞു പോയി. എന്നാൽ ഷാമിൽ പൊട്ടിക്കരഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അജ്മൽ, ദേവദൂതനെ പോലെയാണ് നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. സത്യമായിട്ടും അതെ, ആ അറബി വീട്ടിലേക്ക് പോകാൻ കാരണക്കാരനായതും എല്ലാം, അതെ, മസറയിൽ നിന്ന് ആട് മേക്കുന്ന ആളെ കണ്ടതും അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇതിനേക്കാളും വലിയൊരു വഴി ഇല്ലായിരുന്നു. അങ്ങനെ അതാ അവർ കൊട്ടാരം ലക്ഷ്യമാക്കി പോകുന്നു. സത്യം പറഞ്ഞാൽ ഷാമിലിന് ഭയമുണ്ടായിരുന്നു. കാരണം ഇത്ര മാസങ്ങളായി ഞാൻ അവിടെ നിന്ന് പോന്നിട്ട്. എന്നെ എല്ലാ കാര്യത്തിനും വിശ്വസിച്ച് ഏൽപ്പിച്ച, അതെ, എൻ്റെ എല്ലാ കാര്യത്തിനും എന്നോട്
എപ്പോഴും ഉള്ള എല്ലാ കാര്യം എന്നോടാണ് പറഞ്ഞത്. അറബിയോട് വരെ അത്ര പറയാറില്ല. കാരണം അറബിയുടെ സ്വഭാവം അതങ്ങനെയാ. ഒരു പെണ്ണിനെ കണ്ടാൽ പിന്നെ ആ പെണ്ണിനോടൊപ്പം അവളെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത. അങ്ങനെ സത്യം പറഞ്ഞാൽ അതാ ഏത് സമയം ഇബാദത്തിലായി കഴിയുന്ന ഉമ്മുൽ ഖൈർ വല്ലാത്തൊരു മഹദിയാണ് അവർ. ആ മഹദി സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് അവനൊരു വഞ്ചകനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കാരണം എനിക്ക് ആശ്രയം നൽകിയവരാണ്. എന്നെ ഒരു മനുഷ്യനാക്കിയത് ഉമ്മുൽ ഖൈറാണ്. അതെ, ആ ഒരു പട്ടിണിയിൽ നിന്ന് എന്നെ കരകയറ്റിയതും എല്ലാം സത്യമായിട്ടും എന്ത് ചെയ്യാൻ. പക്ഷേ എനിക്കൊന്നും അറിയുന്നില്ലായിരുന്നു. ഫോണുമില്ല, പൈസ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടു. എങ്കിലും ഹംദക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ അള്ളാഹു എന്നെ അതിന് സഹായിച്ചു. സത്യം പറഞ്ഞാൽ ഷാമിൽ കണ്ണു നിറച്ചുകൊണ്ടാണത് പറഞ്ഞത്. ഒന്നും വിഷമിക്കണ്ട അജ്മൽ, നിങ്ങൾക്കെല്ലാം അള്ളാഹു തിരിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടൊന്നുകൊണ്ടും വിഷമിക്കണ്ട. പിന്നെ ഹംദയെക്കുറിച്ച് ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം പറയണം. ഒരിക്കൽ പോലും ഒന്നും പറയാതിരിക്കരുത്. അങ്ങനെ അതാ രാജകൊട്ടാരത്തിലേക്ക്, അതെ ആ അറബിയുടെ വീട്ടിലേക്ക് അവർ കടന്നു വരികയാണ്. ഒരു നിമിഷം അവൻ പറഞ്ഞു, അജ്മൽ എന്നെ കണ്ട ഒരു പക്ഷേ അവർ വല്ലാത്ത രീതിയിൽ എന്നെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുമോ എനിക്കറിയില്ല. ധൈര്യമായി പോകണം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഏതാ ഷാമിൽ ആ അറബി വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റികൾ, ഒരുപാട് സെക്യൂരിറ്റികളാണ് ഉള്ളത്. അതെ, പല രീതിയിലും എന്നെ അകത്തേക്ക് കടത്തി വിടണം. ആരാണ് നിങ്ങൾ? ഞാൻ ഷാമിലാണെന്ന് പറഞ്ഞാൽ മതി. ഷാമിലോ? ഏത് ഷാമിൽ? അങ്ങനെ ഒരു ഷാമിലിനെ ഇവിടെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അത് സ്ട്രോങ് ആയ 2 പട്ടാളക്കാരെയാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. എന്നാൽ അതാ അവിടെ അറബി വീട്ടിൽ കാര്യങ്ങൾ അറിയിക്കുന്നു. വിവരം ഉമ്മുൽ ഖൈറിലും എത്തുന്നു. ഷാമിൽ എന്നൊരാൾ നിങ്ങൾ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഒരു നിമിഷം ഉമ്മുൽ ഖൈർ വിചാരിച്ചു, റബ്ബേ, അത്രക്കും ടൺ അജുവ ഈത്തപ്പഴം, ഫസ്റ്റ് ക്വാളിറ്റി, നല്ലൊരു സുന്ദരിയായ പെണ്ണ്. അതെ, എന്നോട് എൻ്റെ അറബി പറഞ്ഞു ആ കാര്യം. അതെ, നല്ലൊരു സുന്ദരി പെണ്ണിനെയും കൊണ്ട് അവൻ രക്ഷപ്പെട്ടു അല്ലേ? അതെ, അയാളുടെ ബോധമെല്ലാം തിരിച്ചു കിട്ടിയിരുന്നു. അതാണ് സംഭവിച്ചത്. അത്രക്കും വിലപിടിപ്പുള്ള ഈത്തപ്പഴങ്ങളും സുന്ദരി പെണ്ണിനെയും കിട്ടിയപ്പോൾ അവന് പണവുമായി പെണ്ണുമായി അവൻ രക്ഷപ്പെട്ടു. നിന്നെ വഞ്ചിച്ചു എന്ന് തന്നെ പറയാം. ശരിക്കും ഉമ്മുൽ ഖൈറിന് വല്ലാത്തൊരു ഉപദ്രവം അവിടെ ഏൽക്കേണ്ടി വന്നിരുന്നു. അതെ, അവർ ശരിക്കും പൊട്ടിക്കരഞ്ഞ് പടച്ച റബ്ബിനോട് പറഞ്ഞിരുന്നു, റബ്ബേ അല്ലാ, എന്താണ് യഥാർത്ഥ സത്യമെന്ന് അറിയാതെ ഞാനൊന്നും പറയില്ല. കാരണം ഒരിക്കൽ പോലും എൻ്റെ ഷാമിൽ എന്നെ വഞ്ചിക്കില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. എന്നെ വിശ്വസിച്ചാണ് അവനിവിടെ നിന്നത്. ഞാനും അവനെ വിശ്വസിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട ഹംദ മോളെയും അതും അജ്വ ഈത്തപ്പഴങ്ങളുടെ ആ ഒരു ലോഡും അവനെ ഏൽപ്പിച്ചത്. എൻ്റെ വിശ്വസ്തനായ സേവകനായിരുന്നു അവൻ. അതുകൊണ്ട് അല്ലാ, സത്യം എന്താണെന്ന് നീ പറയണം. എന്നാൽ അറബി അതാ അവരെ ഉപദ്രവിക്കുമായിരുന്നു. നീ എന്നെ പറ്റിച്ച് കടത്തിക്കളഞ്ഞു അല്ലേ? നീയാണ് പറഞ്ഞയച്ചത് അല്ലേ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പിന്നെ എവിടെ ഹംദ? എവിടെ? എനിക്ക് അവളെ കാണണം. എന്നാൽ ആ നിമിഷം തന്നെ അയാൾ അറബിയെ, അതെ ഷക്കീലയെയും അത് ഹംദയുടെ പിതാവ് അറബിയെയും വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ മകൾ അവിടെയുണ്ടോ? ഇല്ല. നിങ്ങളുടെ വീട്ടിലല്ലേ? ഇല്ല, ഇവിടെ അവളില്ല. ഇവിടുത്തെ എൻ്റെ ഭാര്യ എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഒരിക്കൽ പോലും അവൾ ഇവിടില്ല. ഇവിടെ നിന്ന് പുറത്തു പോയിരിക്കുന്നു. എന്നാൽ ഒരു നിമിഷം ആ അറബിയുടെ മനസ്സിൽ ആശ്വാസമാണ് വന്നത്. യാ അല്ലാഹ്, എൻ്റെ മോള് രക്ഷപ്പെട്ടോട്ടെ എങ്ങോട്ടെങ്കിലും. അതെ, ആ കിളവൻ അറബിയുടെ ഭാര്യയായി നിൽക്കാൻ നിന്നു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എൻ്റെ മോൾ രക്ഷപ്പെട്ടോട്ടെ. എന്നാൽ ഇതറിഞ്ഞുകൊണ്ട് ഷക്കീല അറബിയുടെ അരികിലേക്ക്, അതെ, എന്താ നിങ്ങളിങ്ങനെ? നിങ്ങളുടെ മകൾ രക്ഷപ്പെട്ടുവെന്നോ? എന്തൊരു ഇതായിപ്പോയി. അവള് അതിനെന്താ? എൻ്റെ മോൾ രക്ഷപ്പെട്ടോട്ടെ, എൻ്റെ മോൾ രക്ഷപ്പെട്ടു, എവിടെയും ജീവിച്ചോട്ടെ. നിങ്ങളും മോളും മരിച്ചിരിക്കും, രക്ഷപ്പെടുകയല്ലേ വേണ്ടത്. മരിച്ചിരിക്കും, ഇഞ്ചിഞ്ചായി. ഒരാളെ പറ്റിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയായിരുന്നു അല്ലേ? ഷക്കീലയുടെ ആ ഒരു വാക്കുകൾ അറബിയുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. എൻ്റെ കുട്ടിയെ അല്ലെങ്കിൽ അവൾ കൊല്ലാൻ നടക്കുകയാണ്, അവളുടെ സ്വത്തെല്ലാം കൈക്കലാക്കുവാൻ വേണ്ടിയിട്ട്. എന്തായാലും എൻ്റെ മോള് രക്ഷപ്പെട്ടോട്ടെ അറബിയുടെ കൈകളിൽ നിന്നും. അങ്ങനെ അതാ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അതിനുശേഷം
ഉമ്മുൽ ഖൈറിന് എപ്പോഴും ഉപദ്രവം മാത്രമായിരുന്നു അറബിയുടെ കയ്യിൽ നിന്ന്. അതെ, അയാൾക്ക് അല്പമായി ബോധവും നഷ്ടപ്പെട്ടിരുന്നു. ബോധം തിരിച്ചു വരുമ്പോൾ നേരെ ഉമ്മുൽ ഖൈറിൻ്റെ അരികിലേക്ക് വരും. എവിടെ എൻ്റെ സുന്ദരി പെണ്ണ്? നീ എന്ത് ചെയ്തു? അവളെ കൊന്നുകളഞ്ഞോ എന്ന് വരെ ചോദിച്ചു. അർബ, ദയവായി നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. എന്നാൽ ഷാമിലെത്തിയെന്നറിഞ്ഞപ്പോൾ ഉമ്മുൽ ഖൈർ പടച്ച റബ്ബിനോട് ഹംദ് പറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹുവേ, ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം നൽകിയിരിക്കുന്നു. റഹ്മാനെ, പടച്ച റബ്ബേ, അതാ ഷാമിൽ വന്നിരിക്കുന്നു എന്നോ? പടച്ചോനെ, അൽഹംദുലില്ലാ, ഹംദൻ ഗസീറൻ തൊയ്യിബൻ മുബാറക്കൻ. അപ്പോൾ തന്നെ അവിടെയുള്ള സേവകനോട് പറയുന്നു, ഷാമിലിനോട് വരാൻ പറയൂ. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഉമ്മുൽ ഖൈറിനെ ഷാമിൽ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അറബി വന്ന് പ്രശ്നമുണ്ടാക്കുമോ? എന്തൊക്കെയായിരിക്കും നമുക്ക് ബാക്കിയുള്ളത്? നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.